അച്ഛൻ പതുക്കെ പറഞ്ഞോണെങ്കിൽ ഞാനൊന്ന് എന്റെ ലാപ്ടോപ്പിൽ ഞാൻ കയറിക്കോട്ടെ. ഗിവ് അന്ന് മി ടു ഞാൻ മിനിറ്റ്സ് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതിയോ? മതി മതി മതി. ഞാൻ ഐ ഗിവ് യു ദ ആക്സസ്. ഓക്കെ. കഴിഞ്ഞ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ക്രിസ്തീയ വിശ്വാസ സംരക്ഷണവാദങ്ങളെയാണ്. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നതാണ്. അവരാരൊക്കെയാണ് ആ പിതാക്കന്മാരെന്ന് പഠിച്ചു. ഒരു മിനിറ്റ്. വിശ്വാസ സംരക്ഷണവാദം എങ്ങനെ സഭയിൽ നിലനിന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രധാനമായിട്ടും ഉള്ളത് ഓരോ സഭാ വിഭാഗങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദേശത്തായിരിക്കുമ്പോൾ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു രീതിയില്ല. നമ്മളെല്ലാ ഒരു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ആളുകളെ കാണുന്നു. അതുപോലെ മർത്തോമ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കാണുന്നു. യാക്കോബായ വിഭാഗത്തിലെ ആളുകളെ കാണുന്നു. കത്തോലിക്ക സഭയിലെ ആളുകളെ കാണുന്നു. ഇങ്ങനെ വിവിധ സഭകളുള്ള ആളെ കാണുന്നു. എന്നാൽ ഓർത്തഡോക്സിയിലെ തന്നെ പല വിഭാഗങ്ങളിലെ ആളുകളെ കാണുന്നത് നമ്മൾ ഈ ദേശത്ത് വന്ന് താമസിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എങ്ങനെ ഓരോ ഓർത്തഡോക്സ് സഭകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ഒരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ആ വ്യത്യാസങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ യൂണിറ്റിൽ കാണുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ടും സഭകളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ തക്കവണ്ണം കഴിയും. ഒന്നാമത്തേത് ഓർത്തഡോക്സ് സഭകൾ, രണ്ടാമത്തേത് റോമൻ കത്തോലിക്ക സഭ, മൂന്നാമത്തേത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. ഈ മൂന്ന് വിഭാഗത്തിലാണ് ഒരുപാട് സബ് ഡിവിഷൻസ് ഉള്ളത്. ഓർത്തഡോക്സ് സഭകളിൽ തന്നെ രണ്ട് പ്രധാനമായിട്ടുള്ള സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാ? ബൈസന്റീൻ ഓർത്തഡോക്സ് ചർച്ചസും ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസും. റോമൻ കത്തോലിക്ക സഭയിൽ ഒരുപാട് റീത്തുകളുണ്ട്. 21, 22 റീത്തുകളുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ തന്നെ പല വിധത്തിലുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു മെയിൻ രീതിയിൽ പറയുകയാണെങ്കിൽ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് സഭകളെ തരംതിരിക്കാൻ പറ്റുന്നത്. അത് ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ഭിന്നതയാണ് ആദ്യത്തെ വലിയ വിഭജനത്തിന് കാരണമായത്. അതായത് AD 451 കൂടിയ കൽക്കദോന്യ സുന്നോദോസ് ആണ് പ്രധാനമായിട്ടും ക്രിസ്തീയ സഭകളെ രണ്ട് വിഭാഗങ്ങളായിട്ട് തീർക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായ ഒരു വലിയ സംഭവം നടന്നത് AD 451 കൂടിയ കൽക്കദോന്യ സുന്നോദോസിലാണ്. അവിടെ ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് ദൈവത്വം, മനുഷ്യത്വം എന്നീ സ്വഭാവങ്ങൾ കൂടിച്ചേരൽ സംബന്ധിച്ച് അവ രണ്ടായി തന്നെ നിലകൊണ്ടിരുന്നു എന്ന് നിശ്ചയിച്ച സുന്നോദോസാണ് കൽക്കദോന്യ സുന്നോദോസ്. അപ്പോൾ ഈ കൽക്കദോന്യ സുന്നോദോസിൽ പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ സ്വഭാവം, അവൻ മനുഷ്യനും ദൈവവുമായിരുന്നു എന്നുള്ള ആ സ്വഭാവം എങ്ങനെ അതിൻ്റെ ഒരു മിങ്കിൾനെസ്, അത് എങ്ങനെ അത് മിങ്കിൾ ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംവാദമായിരുന്നു പ്രധാനമായിട്ടും ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ള ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഓരോ കാലഘട്ടത്തിലുണ്ടായ വിഭജനത്തെ പറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഭജനം ഉണ്ടായത് AD 451 കൽക്കദോന്യ സുന്നോദോസിലാണ്. രണ്ടാമത്തെ പ്രധാന വിഭജനം ഉണ്ടായത് അപ്പോൾ AD 451 ഒന്നിച്ചു നിന്നിരുന്ന സഭ, ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ഒരു സഭാ വിഭാഗം പ്രധാനമായിട്ടും AD 451 കൽക്കദോന്യ സുന്നോദോസിൽ കൂടി രണ്ടായിട്ട് തീരുന്നു. അപ്പോൾ കൽക്കദോന്യരും കൽക്കദോന്യ വിരുദ്ധരും, അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ കൽക്കദോന്യ വിരുദ്ധരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ. കൽക്കദോന്യരാണ് ബൈസന്റിയൻ ചർച്ചസും കാത്തലിക് ചർച്ചസും. ഈ കാത്തലിക് ചർച്ചും ബൈസന്റിയൻ ചർച്ചസും ഒരേപോലെ ആ വിശ്വാസം അന്ന് പോലെ ഉണ്ടായിരുന്ന അവർ വെച്ച് പുലർത്തിയിരുന്ന വിശ്വാസം AD 1054 വരെ കൊണ്ടുപോയി. ഈ 1054 ഫിലിയോക്കെ കോൺട്രവേഴ്സി, പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടലിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം AD 1054 ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ബിസന്റിയൻ ചർച്ചസും റോമിലെ സഭയും തമ്മിൽ രണ്ടായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി മാറുന്നു. പിന്നീടാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പിന്നീടാണ് ഉടലെടുക്കുന്നത്. അത് കത്തോലിക്ക സഭയിൽ നിന്ന് പിന്മാറിയിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. റോമൻ കത്തോലിക്ക സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും പ്രൈമസി ഓഫ് പോപ്പിന് പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അവർ കൊടുക്കുന്നു.
പോപ്പിന്റെ കസാരയിലിരുന്ന് പത്രോസിന്റെ സിംഹാസനത്തിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റിക്കൂടില്ല, തെറ്റുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അമലോത്ഭവ സിദ്ധാന്തം, മാതാവിന് പാപമില്ല എന്നുള്ള ഒരു സിദ്ധാന്തം ആ, ഉം, പഠിപ്പിക്കുന്നു. അമലയായിട്ടാണ് അവൾ ഉത്ഭവിച്ചതെന്ന് പഠിപ്പിക്കുന്നു. ബസ്പുർഖാന, അതായത് ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ വസ്തുമാറ്റ സിദ്ധാന്തം എന്നിവയൊക്കെ റോമൻ കത്തോലിക്ക സഭയുടെ പ്രത്യേകമായിട്ടുള്ള പഠിപ്പിക്കലാണ്. അതുപോലെ തന്നെ എന്നാൽ ഇതിനെതിരായിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പിന്നീടുണ്ട്. കത്തോലിക്ക വിശ്വാസത്തെ അപ്പാടെ ചോദ്യം ചെയ്തു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം വന്നപ്പോഴത്തേന് അവിടെ വന്നത് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽസ് നോട്ട് സൊസൈറ്റി, സമൂഹത്തിനല്ല വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് അവർ പഠിപ്പിച്ചു. സോളാ സ്ക്രിപ്ചറ, സ്ക്രിപ്ചറിന് പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ചു. അവരെ കൂടുതൽ ഡെമോക്രാറ്റിക് രീതിയിൽ അവലംബിച്ചു. സുവിശേഷ ഘോഷണത്തിന് കൂടുതൽ പ്രാധാന്യം പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പഠിപ്പിച്ചു. അപ്പോസ്തോലിക പിന്തുടർച്ചയും പട്ടത്വവും ഇവയൊന്നും ആവശ്യമില്ല എന്നും പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പഠിപ്പിച്ചു. ഇതാണ് പ്രധാനമായിട്ടുള്ള ഈ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും തമ്മിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഓർത്തഡോക്സ് സഭകൾ വിശ്വസിക്കുന്നത് ശ്ലീഹന്മാർക്കെല്ലാം തുല്യ അവകാശം ഉള്ളതായിട്ടാണ്. അതിനെ വിളിക്കുന്നത് അപ്പോസ്തോലിക് കൊളീജിയാലിറ്റി എന്നാണ്. അപ്പോസ്തലന്മാരെല്ലാവരും തുല്യ അവകാശമുള്ളവരാണ്. നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറയുന്നത് ആരും ചെറുതുമല്ല ആരും വലുതുമല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പത്രോസിന് എന്തുകൊണ്ട് ഒരു പ്രാധാന്യം സഭ കൊടുക്കുന്നു എന്നുള്ളത്, പത്രോസ് ശ്ലീഹന്മാരിൽ മുമ്പനാണ്. ശ്ലീഹന്മാരിൽ തലവനല്ല, അവൻ മുമ്പനാണ്. എല്ലാവരിലും സ്ഥാനം എന്ന് വെച്ചാൽ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പത്രോസിന് ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതല്ലാതെ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ നൽവരവുമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭകളുടെ പഠിപ്പിക്കൽ. അവിടെ ഓരോ സഭയ്ക്കും, ഓരോ ഓർത്തഡോക്സ് സഭയ്ക്കും പ്രാദേശികമായ തലവനുണ്ട്. ഒരു പ്രാദേശികമായ സ്വതന്ത്രമായ ഭരണമായ സംവിധാനമുണ്ട്. അവിടെ സഭയുടെ സുന്നോദോസിന് വിധേയമായി മേൽപ്പട്ടക്കാരും പട്ടക്കാരും ജനങ്ങളും എല്ലാം അവരവരുടെ ദേശീയ സംസ്കാരം ഉൾക്കൊണ്ട്, അതായത് ഇപ്പോൾ മലങ്കര സഭയ്ക്ക്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ, നമ്മുടെ കേരളത്തിലുള്ള ഒരു സംസ്കാരം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എത്യോപ്യൻ സഭ അവരുടെ സംസ്കാരം ഉൾക്കൊണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ ഇതിനും തദ്ദേശീയമായ സംസ്കാരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭകൾ മുമ്പോട്ട് പോകുന്നത്. അവർ വിശുദ്ധന്മാരോടും വിശുദ്ധർക്ക് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് സഭകൾ. എന്താണ് ഓർത്തഡോക്സി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. ഓർത്തോഡോക്സ എന്ന് പറയുന്ന വാക്ക്. ഓർത്തോയുടെ ഡോക്ടറെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ എല്ലിനെ നേരെയാക്കുന്ന ആളുകളെയാണ് സ്ട്രെയിറ്റ് എന്നാണ് ഓർത്തോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഓർത്തോഡോക്സ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗ്ലോറി എന്നുള്ളതാണ്. ഓർത്തഡോക്സ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫെയ്ത്ത്, സ്ട്രെയിറ്റ് ഫെയ്ത്ത് എന്നാണ്, സ്തുതി ചൊവ്വാക്കപ്പെട്ട എന്നാണ് തർജ്ജിമ. സത്യവിശ്വാസമുള്ള എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തള്ളപ്പെട്ടവയാണ് ഹെറസീസ്. അത് 2 വാക്ക് നിങ്ങൾ ഓർത്തോണം. വേദവിപരീതങ്ങൾ, അറിയൂസിന്റെ വേദവിരീതം, അങ്ങനെ പറഞ്ഞ ഒരുപാട് വേദവിരീതം, നെസ്തോറിയോസിന്റെ വേദവിരീതം, ഇതൊക്കെയുണ്ട്. പിന്നീടാണ് ശീഷ്മോപദേശങ്ങൾ, ഷിസംസ് എന്ന് പറയുന്നത്. അത് ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ മെയിൻ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ പ്രധാനമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ 1054 നടന്നത് ഒരു ഗ്രേറ്റ് ഷിസമാണ്. അത് ഒരു ലൈക്ക് പേപ്പൽ അതോറിറ്റി ആൻഡ് നൈസീൻ ക്രീഡ്, ഉണ്ടായിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില അതോറിറ്റിയിലോ ഗവേണൻസിലോ ഒക്കെ ഉള്ള പ്രാക്ടീസസിലും ഒക്കെ ഉണ്ടാകുന്ന സംവിധാനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഷിസംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് 2 വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കാതോലികം എന്നുള്ള വാക്ക്. അപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ കാതോലിക്കും എന്ന് പറയുന്ന വാക്ക് ആദിമ സഭയിൽ ഉപയോഗിച്ചിരുന്നത് സാർവത്രികം എന്നുള്ളതാണ്. കാത്തോലിക്, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാതോലികവും അപ്പോസ്തോലികവും എന്ന് പറയുന്നത് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർവത്രികം, സർവ്വലോകത്തും വ്യാപിച്ചിരിക്കുന്ന ഏകസഭ എന്നുള്ള ഒരു തലത്തിലാണ് കാതോലികം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യസഭയുടെ മുഴുവനും സത്യമായ വിശ്വാസമാണ് ഓർത്തഡോക്സി. അതിൻ്റെ പൂർണ്ണതയിൽ കിഴക്കൻ സഭകൾ അത് അവകാശപ്പെടുന്നുണ്ട്. അതായത് ബൈസന്റൈൻ ചർച്ചസ് ആണ് യഥാർത്ഥമായ ഓർത്തഡോക്സി പാലിക്കുന്നവരെന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ ഇനിയും തുടർന്നുള്ള പാഠം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് സഭയാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം അവകാശപ്പെടുന്നത്, ഏതാണ് ശരി എന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കും. എന്നാൽ ബൈസന്റൈൻ ചർച്ചസ് അവകാശപ്പെടുന്നു ഞങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ള ഓർത്തഡോക്സുകാരെന്ന് അവർ
എന്നാൽ അത് തെളിയിക്കേണ്ട ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അത് 1971 മുതലുള്ള കാലത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്നുണ്ട്. നിത്യാവിശ്വാസ പ്രമാണമാണ് ഓർത്തഡോക്സിയുടെ ഉരകല്ല്. അപ്പൊ നിത്യാവിശ്വാസ പ്രമാണം നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വലിയ വിശ്വാസ പ്രമാണമാണ്. നാം എല്ലാവരും ജീവിക്കുന്നത് എല്ലാവരുടെയും വിശ്വാസത്തിന്റെ കാണിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസ പ്രമാണത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയുള്ള കാര്യങ്ങൾ ചെറിയതായിട്ട് ഈ ചരിത്രപരമായിട്ട് ഓർത്തഡോക്സിൽ ആരോടെയോ ഓഫാക്കാമോ? ഓഫാക്കാമോ? ഇനിയുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഓർത്തഡോക്സി എങ്ങനെ വളരുന്നു. അപ്പോൾ ഈ 1950, 55 കാലഘട്ടം വരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ അങ്ങനെ വലിയ സമ്പർക്കമൊന്നുമില്ല. പ്രാദേശികമായിട്ട് ഇപ്പോൾ ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു കോണിൽ താമസിക്കുന്ന കേരളത്തിൽ മാത്രം നിലനിന്നിരുന്ന ഒരു സഭയാണ്. അപ്പോൾ അതിനു മുമ്പ് അന്നത്തെ ആളുകളൊക്കെയും 1920കളിലും 25കളിലും ഒക്കെ യൂറോപ്പിലുമൊക്കെ പഠിക്കാൻ പോയതിൻ്റെ ഫലമായിട്ട് WCCയുമായിട്ട് ബന്ധപ്പെടുകയും WCCയുടെ പ്രാരംഭ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് സഭ മറ്റ് പല സഭകളുമായിട്ടൊക്കെ സംവാദത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ സഭകളുണ്ട് എന്ന് മനസ്സിലാക്കി അവരോടൊക്കെയുള്ള ഒരു ചർച്ചകളിലൊക്കെയും ഏർപ്പെടുന്നത്. അപ്പോൾ 1961 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന WCCയുടെ 3ാം ലോക അസംബ്ലിയിൽ റഷ്യൻ ഗ്രീക്ക് സഭകൾ അംഗത്വം സ്വീകരിച്ചു. അതിനുശേഷം ഓർത്തഡോക്സ് സഭകളുടെ ശബ്ദം കൂടുതലായി കേൾക്കപ്പെട്ടുകൊണ്ടിരുന്നു. വിശ്വാസവും പട്ടത്വവും സംബന്ധിച്ച കമ്മീഷനുകൾ നിയമിച്ചു. 1982 ലിമായിൽ വെച്ച് പ്രസ്തുത കമ്മീഷൻ സ്വീകരിച്ച മാമോദീസ, കുർബാന, പട്ടത്വം എന്നീ പ്രമാണ രേഖകൾ ഓർത്തഡോക്സിയുടെ സ്വരം സാരമായി ഉൾക്കൊള്ളുന്നതാണ്. കൂടാതെ നിക്യാ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് അവിടെ ആരംഭിച്ചതും ദൈവശാസ്ത്രപരമായ സംഭാവനയാകിയാൽ നല്ല ഒരു കാൽവെപ്പ് തന്നെ. അതായത് WCCയുടെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനുണ്ട്. അപ്പോൾ ആ കമ്മീഷനിൽ മലങ്കര സഭയും മറ്റ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ഒക്കെ ആദ്യം മെമ്പർഷിപ്പ് എടുത്തു. പിന്നീടാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഓർത്തഡോക്സിയുടെ ശബ്ദം വളരെ കാര്യമായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം തുടങ്ങി. അങ്ങനെ വിശ്വാസം, പട്ടത്വം എന്നീ കുർബാന എന്നീ മാമോദീസ എന്നിവയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയും ഒരു നല്ല പ്രമാണ രേഖകളൊക്കെയും അവർ ഉണ്ടാക്കിയെടുക്കുകയും, അതായത് ഏകദേശം ഇവരെല്ലാവരും ഓർത്തഡോക്സ് ചർച്ചസ് എല്ലാവരും ഒരേപോലെയാണ് ഡോക്ട്രിൻസ് എല്ലാം പ്രധാനമായിട്ടും ഇതിനെ സംബന്ധിച്ചുള്ള ഡോക്ട്രിൻസ് എല്ലാം കാണുന്നതെന്ന് അവരൊരു എഗ്രിമെൻറ്റിൽ എത്തുകയും അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. കമ്മീഷൻ ഓൺ വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഓർത്തഡോക്സ് സഭകൾ ആദ്യകാലങ്ങളിൽ അവഗണിച്ചിരുന്നു. അത് നമുക്കറിയാം. ഓർത്തഡോക്സ് സഭകൾ എപ്പോഴും പ്രാധാന്യം ആരാധനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീടാണ് മറ്റ് സഭകളുമായിട്ടുള്ള സംസർഗവും സമ്പർക്കവും മൂലമാണ് മനസ്സിലാക്കുന്നത് മിഷൻ കാര്യങ്ങളൊക്കെയും സഭ കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയും സഭ പിന്നീട് മനസ്സിലാക്കുന്നു. 1870 ആദ്യമായിട്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭ മിഷനറി സൊസൈറ്റി ഉണ്ടാക്കി. എല്ലാ പള്ളികളിലും പ്രാർത്ഥനയും വിരുന്ന് നടത്തുവാനായിട്ട് മിഷൻ സൺഡേ ക്രമീകരിച്ചു. 1870, അതായത് WCC ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് റഷ്യൻ ഓർത്തഡോക്സ് സഭ അങ്ങനെ ഒരു കാൽവെപ്പ് നടത്തി. പിന്നീട് മറ്റ് ഓർത്തഡോക്സ് സഭകളും ഇതുപോലെ മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്തും. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനായ ഗീറിയോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഒരു മിഷൻ സൊസൈറ്റിയുടെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുവയ്ക്കുകയും സഭയുടെ മിഷൻ പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു കാൽവെപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്. അപ്പോൾ അങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയും ഇതുപോലെ മിഷൻ്റെ കാര്യങ്ങളിൽ പ്രധാന ശ്രദ്ധ വെച്ച് മുൻപോട്ട് പോയി. ആരാധന അവഗണിക്കാതെ തന്നെ ദൗത്യബോധം വളർത്തുമെങ്കിൽ ഓർത്തഡോക്സി അതിൻ്റേതായ സംഭാവന മറ്റ് സഭകളിലേക്കും ലോകത്തിനും പ്രദാനം ചെയ്യും. അപ്പോൾ ത്രിവിധ വളർച്ച ഓർത്തഡോക്സ് സഭകൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ആന്തരികമായി മറ്റ് സഭകളിലേക്ക്, ലോകത്തിലേക്ക്. ഇത് പറയുവാൻ തക്കവണ്ണമുള്ള കാര്യം, ഓർത്തഡോക്സ് സഭകൾ പ്രത്യേകിച്ച് അന്ന് മുതൽ ചിന്തിച്ചിരുന്നത് തങ്ങൾ വാദിക്കുന്ന വാദം ശരി എന്നുള്ളത് അവർ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ പലപ്പോഴും അംഗീകരിക്കാത്ത ഒരു രീതി പലപ്പോഴും കാണുന്ന ഒരവസ്ഥ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇതുപോലെയുള്ള സംവാദങ്ങളൊക്കെ വന്നപ്പോൾ തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകളും ഒക്കെ പലപ്പോഴും പല വിധത്തിൽ ചരിത്രപരമായിട്ടുള്ള വിശ്വാസത്തിലല്ല, ചരിത്രപരമായ പല കാലഘട്ടങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള കുറവുകളെയൊക്കെ മനസ്സിലാക്കി മറ്റു സഭകളുടെ നന്മകളെ ഒക്കെയും ഉൾക്കൊള്ളുവാനും ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു സമീപനം നടത്തുവാനും തക്കവണ്ണം ഓർത്തഡോക്സ് സഭകൾ മുന്നിട്ട് വരുന്നുണ്ട്. ഇന്നും അതിൻ്റെ വലിയ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങൾ പലപ്പോഴും നമുക്ക് സഭയുടെ വിധത്തിൽ കാണാം. കാരണം ഒരുപാട് മാറ്റങ്ങൾ സഭയിൽ തന്നെ നമ്മൾ പണ്ട് കണ്ട ഒരു രീതിയല്ല ഇപ്പോൾ സഭയുടെ രീതികളിലും ചിന്തയിലും കാഴ്ചപ്പാടിലും ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ കാരണമാകുന്നത് മറ്റ് സഭകളുമായിട്ടുള്ള സമ്പർക്കവും
ലോകത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ, നന്മകളെ ഉൾക്കൊള്ളുന്നതും കൊണ്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ഈ കിഴക്കൻ സഭകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാം പാഠത്തിൽ നാം പ്രധാനമായിട്ടും കാണുന്നത് എങ്ങനെ സഭകളിൽ പിരിവുകൾ ഉണ്ടായി. 451 പ്രധാന പിരിവുണ്ടാകുന്നത്. അവിടെ കൽക്കദോന്യ സുനോദോസിൽ വെച്ച് സഭയിൽ 2 പിരിവുണ്ടാകുന്നു, കൽക്കദോന്യരും കൽക്കദോന്യ വിരുദ്ധരും. പിന്നീട് 1054 ബൈസന്റീൻ സഭകളും കത്തോലിക്ക സഭയും തന്നിൽ ഫിലിയോക്കിയ കോൺട്രവേഴ്സി കൊണ്ട് ഒരു പിരിവുണ്ടാകുന്നു. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ 16, 17 നൂറ്റാണ്ടുകളിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും ഒരു വലിയ പിരിവുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ കാണുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും കൽക്കദോന്യ സുന്നോദോസിനെ പറ്റി നാം പഠിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്ന എത്ര സുന്നോദോസുകളുണ്ട്? ചോദ്യമാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എത്ര സുന്നോദോസുകൾ അംഗീകരിക്കുന്നു? 3. കറക്റ്റ്. നിക്യ, കുസ്തുന്തിനോപ്പൊലിസ്, എഫേസോസ് എന്നീ സുന്നോദോസുകളാണ് പ്രധാനമായിട്ടും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്ന സുന്നോദോസ്. അപ്പോൾ അതിനുശേഷം ഈ 451 കൂടിയ കൽക്കദോന്യ സുന്നോദോസ്, നമ്മുടെ എപ്പോഴും ചിന്ത 451 കൂടിയ കൽക്കദോന്യ സുന്നോദോസ് എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നെസ്തോറിയോസിന്റെ വേദവിരീതത്തെ ശക്തമായി തള്ളിയ ഒരാളാണ് യൂറ്റിക്കസ് എന്ന് പറയുന്ന ഒരു പിതാവ്. അദ്ദേഹം ശക്തമായി നെസ്തോറിയോസിനെതിരെ വാദിച്ച് ഏറ്റവും അവസാനം പറഞ്ഞു വന്നപ്പോൾ ഒരു വലിയ കുഴപ്പത്തിലേക്ക് ചാടി. ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം അബദ്ധവശാൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. അങ്ങനെ 448 ഒരു സുനോദോസ് കൂടി, ഫ്ലേവിയന്റെ നേതൃത്വത്തിൽ ഒരു സുനോദോസ് കൂടി അവിടെ വെച്ച് യൂറ്റിക്കസിനെ വേദവിരീതിയായിട്ട് തള്ളുന്നുണ്ട്. പക്ഷേ 441 കൂടിയ സുനോദോസ് വളരെ അധികം പേരെ അറിയിക്കാതെയും ഒക്കെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് 449 AD 449 ഒരു സുനോദോസ് അന്നത്തെ എംപറർ തേഡോസിസിന്റെ നേതൃത്വത്തിൽ അലക്സാണ്ട്രിയൻ പാത്രികീസ് ആയിരുന്ന ദിയസ്കോറോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു സുനോദോസിൽ വെച്ച് യൂറ്റിക്കസിന്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുകയും യൂറ്റിക്കസിനെ തിരികെ സഭയിലേക്ക് എടുക്കുകയും അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് തീർക്കുകയും ചെയ്തു. പക്ഷെ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ഇത് അറിഞ്ഞിട്ടുള്ള റോമൻ പോപ്പ് അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം തെളിയിക്കുവാൻ വേണ്ടി കുറച്ച് ആളുകളുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. അതിനെയാണ് റോമിലെ പാപ്പ ലിയോയുടെ തുംസ എന്ന് പറയുന്ന കാര്യം, ദ ടോം ഓഫ് ലിയോ എന്ന് പറയുന്ന കാര്യം, ലിയോയുടെ തുംസ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് അദ്ദേഹം കൊടുത്തു വിട്ടു. പക്ഷേ ഇത് 449 സുനോദോസിൽ പരിഗണിക്കുക പോലും ചെയ്തില്ല, അത് വായിച്ചു പോലും ചെയ്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ വായിച്ചില്ല എന്നുള്ള ഒരു കാരണം ഒക്കെ കൊണ്ട് ഈ പോപ്പ് അതിനെതിരെ ശക്തമായിട്ട് എതിർക്കുന്നു. അദ്ദേഹം ആ കൗൺസിലിനെ റോബേഴ്സ് സിനഡ് എന്നാണ് വിളിക്കുന്നത്, കള്ളന്മാരുടെ സുനോദോസ് എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുകയും പിന്നീട് ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങൾ, വികാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ 451 റോമൻ പാപ്പായുടെ ഈ ലിയോയുടെ തുംസ ഒക്കെ വെച്ചുകൊണ്ട് ബൈസന്റിയൻ സഭകളിലെ ആളുകളും എല്ലാവരും കൂടെ, അന്നത്തെ എംപററും കൂടെ ചേർന്ന്, അപ്പോൾ തേഡോസിയസ് ആ കാലത്ത് മരിച്ചു, പുതിയ എംപറർ വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സെനറ്റിന്റെ പ്രധാന ആളുകളാണ് ഈ കൽക്കദോന്യ സുനോദോസിന് നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോ, ഇതുവരെയുള്ള സുനോദോസുകളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സഭയുടെ പിതാക്കന്മാരാണ്. പക്ഷേ കൽക്കദോന്യ സുനോദോസിൽ വന്നപ്പോൾ സെനറ്റിലെ പ്രധാനമായിട്ടുള്ള, അതായത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ആ കൽക്കദോന്യ സുനോദോസിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ സെനറ്റിലെ ആളുകൾ അവിടെ ഇരിക്കുന്നു. സെനറ്റിലെ ആളുകളാണ് പിന്നീട് അന്നത്തെ ഒരു പാത്രികീസ്, വേറൊരു സഭയുടെ പാത്രികീസിനെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആക്കുകയും അവിടെ വെച്ച് പിന്നെ ചർച്ചകൾ തുടങ്ങുകയും ദിയസ്കോറോസിനെ, അലക്സാണ്ട്രിയൻ പാത്രികീസ് ആയിരുന്ന ദിയസ്കോറോസിനെ ശപിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുന്നതാണ് കൽക്കദോന്യ സുനോദോസിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കൽക്കദോന്യ സുനോദോസിൽ റോമൻ പാപ്പായുടെ ഈ ലിയോയുടെ തുംസ, ടോം ഓഫ് ലിയോ വായിക്കുന്നു. ആ ലിയോയുടെ തുംസ പ്രധാനമായിട്ടും അവിടെ അതിനകത്തിലെ വാചകങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ നിർവഹിച്ചു പറയുന്നത്, ഏകപുത്രനും നമ്മുടെ കർത്താവുമാകുന്ന യേശു ക്രിസ്തു ദൈവത്വത്തിൽ പൂർണ്ണനും മനുഷ്യത്വത്തിൽ പൂർണ്ണനും യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനും സയുക്തിക ആത്മാവും ജഡവുമുള്ളവനും ദൈവത്വ പ്രകാരം പിതാവിന്റെ അതേ സാരാംശവും മനുഷ്യത്വ പ്രകാരം നമ്മുടെ അതേ സാരാംശമുള്ളവനുമാകുന്നു. പാപമൊഴികെ നമ്മെപ്പോലെ എല്ലാ പ്രകാരണയും ഉള്ളവനും എല്ലാ കാലങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ദൈവിക പ്രകാരം ജനിച്ചവനും ഈ അന്ത്യകാലത്ത് മനുഷ്യപ്രകാരം നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ദൈവപ്രസവിത്രിയായ കന്യമറിയാമിൽ നിന്ന് ജനിച്ചവനും ഒരേ ക്രിസ്തുവും പുത്രനും കർത്താവും ഏകജാതനും. ഇതുവരെയുള്ള
വാക്യങ്ങൾ, ഇതുവരെയുള്ള വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് അദ്ദേഹം ചില പ്രശ്നങ്ങളൊക്കെയും ആ എഴുത്തിൽ പറയുന്നത്. ഇനി ക്രിസ്തുവും കന്യാമറിയാമിൽ നിന്ന് ജനിച്ചവനും ഒരേ ക്രിസ്തുവും പുത്രനും കർത്താവും ഏകജാതനും സങ്കലന രഹിതമായും വ്യതിയാനം കൂടാതെയും ഭാഗിക്കപ്പെടാതെയും വിഭിന്നമാകാതെയും രണ്ട് സ്വഭാവങ്ങളിൽ ഇൻ ടു നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പിളർപ്പിനുള്ള കാര്യം. കൽക്കത്തോന്യ സുന്നോദോസിൽ എന്താണ് പ്രധാനമായിട്ടുള്ള പിളർപ്പിന് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാക്കാണ്. ഇൻ ടു നേച്ചേഴ്സ് എന്ന് പറയുന്ന വാക്കാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് പ്രോസോപ്പോൺ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കാണ്. പേഴ്സോണ എന്ന് പറയുന്ന വാക്കിൻ്റെ ആയിട്ട് ചേർന്നാണ് പ്രോസോപ്പോൺ എന്ന് പറയുന്ന വാക്കാണത്. ടെർമിനോളജിയിലെ പ്രശ്നമാണ്. ഒരു ലാറ്റിൻ റീഡർക്ക് അത് മനസ്സിലാവും, പക്ഷേ ഒരു ഗ്രീക്ക് ഐഡിയോളജിയിലും ഒരു സുറിയൻ ബാക്ക്ഗ്രൗണ്ടിലും നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലെ പ്രോസോപ്പോൺ എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാടിലാണ് അവർ കാണുന്നത്. പക്ഷേ ഇദ്ദേഹം അവിടെ ഉപയോഗിച്ചപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾ ഇൻ ടു നേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും രണ്ടായി നിൽക്കുന്നു എന്നുള്ളൊരു വാദം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ നിർവഹിച്ചു. അപ്പോൾ ഒന്നാമത് അദ്ദേഹം പറയുന്നു സങ്കലനരഹിതം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂത്തിക്കോസിനെതിരാണ്. യൂത്തിക്കസ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു വചനം ജഡധാരണം ചെയ്ത ക്രിസ്തുവിന് രണ്ട് സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ജഡധാരണത്തിന് ശേഷം ഏക സ്വഭാവമായി അത് മാറി എന്ന് യൂത്തിക്കസ് പറഞ്ഞു. അപ്പോൾ ഇതിനെതിരെയാണ് സങ്കലനരഹിതം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യൂത്തിക്കസ് 449 എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞെല്ലാം ക്ഷമയാചിച്ച് വീണ്ടും സഭയിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനെതിരെ അതിനാണ് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇദ്ദേഹത്തിനെ എങ്ങനെയും തള്ളണം, ദിയസ്കോറസിനെ എങ്ങനെയും മാറ്റി നിർത്തണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇവർ ഈ കാര്യം എടുത്തിടുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു വ്യതിയാനം കൂടാതെ എന്ന് പറയുന്നത് അപ്പൊലിനേറിയസിനെതിരായിട്ടാണ്. അപ്പൊലിനേറിയസ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സിൻ്റെ സ്ഥാനത്ത് ലോഗോസ് ആയിരുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് ഇരിക്കുന്ന സ്ഥാനത്ത് ലോഗോസ് വന്നു വസിച്ചു എന്ന് പഠിച്ചു. ഇതൊക്കെ അന്നത്തെ ഫിലോസഫിക്കൽ കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിരിക്കേണ്ട സ്ഥാനത്ത് ലോഗോസ് വന്നു വസിച്ചു. അപ്പോൾ ക്രിസ്തു യഥാർത്ഥമായിട്ടൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊലിനേറിയസ് പഠിപ്പിച്ചത്. അപ്പോൾ അതിനെതിരെയാണ് വ്യതിയാനം കൂടാതെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് വാക്കും ഓറിയന്റൽ സഭകൾക്കും സ്വീകാര്യമാണ്. കാരണം സങ്കലനരഹിതവും വ്യതിയാനം കൂടാതെ എന്ന് പറയുന്നത് സ്വീകാര്യമാണ്. പക്ഷേ മൂന്നാമത് പറയുന്ന ഭാഗിക്കപ്പെടാതെയും വിഭിന്നത കൂടാതെയും എന്ന രണ്ട് വാക്കുകൾ നെസ്തോറിയസിനെതിരാണ്. കാരണം നെസ്തോറിയസ് വേർതിരിക്കപ്പെട്ട രണ്ട് സ്വഭാവങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ രണ്ട് സ്വഭാവങ്ങളിൽ എന്ന പദപ്രയോഗം അതാണ് ഭാഗിക്കപ്പെടാതെയും വിഭിന്നത കൂടാതെയും രണ്ട് സ്വഭാവങ്ങളിൽ എന്ന പദപ്രയോഗം ഉപയോഗിച്ചത് പ്രശ്നകാരണമായി. അപ്പോൾ രണ്ട് സ്വഭാവങ്ങളിൽ എന്ന പദപ്രയോഗം സ്വീകാര്യമല്ല. അത് നെസ്തോറിയോസിൻ്റെ വേദവിര്യത്തോട് അടുത്ത പദപ്രയോഗമാണ്. യഥാർത്ഥത്തിൽ നെസ്തോറിയ വേദവിര്യത്തിനെതിരായി എഴുതിയ ഭാഗിക്കപ്പെടാതെയും വിഭജിക്കപ്പെടാതെയും എന്ന വാക്കുകളെ ഇത് നിരർത്ഥകമാക്കുന്നു. അതായത് ആദ്യം രണ്ട് പറഞ്ഞ കാര്യങ്ങളെ രണ്ടാമത് ഈ രണ്ട് സ്വഭാവങ്ങളിൽ എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിച്ചപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങളെയും അതിനെ നീക്കിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ഓറിയന്റൽ സഭകളിലെ പിതാക്കന്മാർ വാദിക്കുന്നത്. കൂടാതെ ഒരേ ആളത്വം രണ്ട് സ്വഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഗ്രഹിക്കുക പ്രയാസമാണ്. നെസ്തോർ പഠിപ്പിച്ചതുപോലെ യേശുക്രിസ്തു ഉറങ്ങിയപ്പോൾ മനുഷ്യനും കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരേ ആളത്വത്തിൽ തന്നെ ഭിന്നതയായല്ലോ. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്വഭാവങ്ങളിൽ എന്നുള്ളത് ഓർത്തഡോക്സ് സഭകൾക്ക് സ്വീകാര്യമല്ലാത്തത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇങ്ങനെ ഈ രണ്ട് സ്വഭാവങ്ങളിൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇൻ ടു നേച്ചേഴ്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ക്രിസ്തു കപ്പലിൽ വള്ളത്തിൽ അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്തപ്പോൾ അതിൽ ഉറങ്ങിയപ്പോൾ അവൻ മനുഷ്യനും കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവൻ ദൈവവുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ദൈവവും കണ്ണുനീർ വാർത്തപ്പോൾ മനുഷ്യനുമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഓരോ സംഭവങ്ങളിലും ഇവൻ്റെ ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും വ്യതിരിക്തമായി നിൽക്കുന്നു, രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പോൾ അതിനെതിരെയാണ് വൺ ഇൻകാർണേറ്റ് നേച്ചർ ഓഫ് ഗോഡ് ദ വേർഡ് എന്ന് പറയുന്ന സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ ആ ഒരു വലിയൊരു നിർവചനത്തെ ഈ മുൻ പറഞ്ഞ കാര്യങ്ങൾ ഇൻ ടു നേച്ചേഴ്സ് എന്ന് പറയുന്ന വാക്ക് നിരർത്ഥകമാക്കി കളയുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭകൾ പ്രധാനമായിട്ടും ഈ വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും
പാലിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അതായത് ഒരു ഇന്റേണൽ യൂണിറ്റിയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അത് പാലായിട്ട് തന്നെ തോന്നും, ദൈവത്വം ക്രിസ്തു ദൈവമായിട്ട് തന്നെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ തോന്നും, പക്ഷെ അവനിൽ ദൈവത്വം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഓറിയന്റൽ. അതിനെ ആക്ഷരികമായി വ്യാഖ്യാനിക്കാനല്ല, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ തക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ഏറ്റവും എളുപ്പം നമുക്ക് മനസ്സിലാകും. പാലിൽ വെള്ളം ചേർത്താൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ദൈവത്വവും മനുഷ്യത്വത്തെ തെറ്റി വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ബൈസന്റൈൻ ചർച്ചസ് പറയുന്നത് എണ്ണയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ ആഞ്ഞടിക്കുകയും അന്ന് വലിയ പിളർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 451 ഈ രണ്ട് സ്വഭാവങ്ങളിൽ എന്നുള്ള ആ ഒരു പദപ്രയോഗം തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും ആ കൽക്കദോന്യ സുന്നോദോസിനെ വേദവിരീതമായിട്ട് തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ മറ്റ് ബൈസന്റൈൻ സഭകളും കത്തോലിക്ക സഭയും അതിനെ അംഗീകരിച്ച് അതാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പിളർപ്പിനുള്ള കാരണം. എന്നാൽ പിന്നീട് 1971 സെപ്റ്റംബർ 7 മുതൽ നടന്ന ചില ചർച്ചകളിൽ വലിയ ഒരു മാറ്റം ഈ രണ്ട് സഭകളും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് ഉണ്ടാവാനായിട്ടുള്ള, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വാക്കുകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന ഒരേ വിധത്തിലുള്ള ഇപ്പം ഒരു ഓമയ്ക്ക എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഓമയ്ക്ക, ചിലയിടത്ത് അതിന് പറയുന്നത് കപ്പളങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരേ സാധനത്തിനുള്ള പല പേരുകളുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫിലോസഫിക്കൽ ടേംസും. ചിലപ്പോൾ ലാറ്റിനിൽ ഉപയോഗിക്കുന്ന പദം അതേ രീതിയിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളിന് പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളിന് ഒരിക്കലും സിറിയൻ പശ്ചാത്തലത്തിലുള്ള വാക്കുകളെ അതേ രീതിയിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അപ്പോൾ ഈ 1971 മുതലുള്ള ഈ സംവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അന്ന് സംഭവിച്ചു പോയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെർമിനോളജിയുടെ ഡിഫറൻസ് മനസ്സിലാക്കാതെ പലപ്പോഴും അന്ന് ചില കാര്യങ്ങളിൽ ദുർവ്യാഖ്യാനം സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഈ പിന്നീടുള്ള കാലത്തിലുള്ള ചർച്ചകൾ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഹിസ്റ്റോറിക്കലി ആദ്യം തലസ്ഥാനം എന്ന് പറയുന്നത്, റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റോമായിരുന്നു. അപ്പോൾ റോം, അന്ത്യോക്യ, ജെറുസലേം എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ആദ്യത്തിൽ സഭകളിൽ സഭാ വിഭാഗങ്ങൾ പ്രധാന സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പിന്നീട് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് പ്രാധാന്യം കൂടുതൽ കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് റോമിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പലപ്പോഴും റോമൻ പാപ്പ അതിനെതിരായിട്ട് ആഞ്ഞടിക്കുകയും തങ്ങളുടെ അധികാര പരിധി തിരികെ കിട്ടണമെന്നുള്ള വാശിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലതരത്തിൽ അന്നത്തെ ചരിത്രപരമായിട്ട് ഇതിന് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ കൽക്കദോന്യ സുന്നോദോസിനൊക്കെ. അപ്പോൾ അന്നത്തെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു റീസൺ അതും കൂടിയാണ്. അതായത് റോമിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പ്രാധാന്യം കൂടി വരുന്നു. തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയപ്പോൾ ആരെ ആദ്യം പ്രൈമേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റോമൻ പാപ്പായ്ക്ക് പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനം നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. എല്ലാ സഭകളും ഒരുമിച്ച് വന്നാലും റോമൻ പാപ്പായാണ് അതിനകത്തിൽ മുൻ സ്ഥാനത്ത് നിൽക്കുന്നത്. അതിന് അധികാരത്തിൻ്റെ പരിധിയും എന്തായിരുന്നു, അവർക്കുള്ള ഒരു ശ്ലൈക സിംഹാസനത്തിൻ്റെ മുൻതൂക്കം ഒന്നും കൊണ്ടല്ല, പക്ഷേ അന്നത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലവും രാജകീയമായിട്ടുള്ള ഒരു പശ്ചാത്തലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവരിൽ ഒരു മുഖ്യ സ്ഥാനം കൊടുക്കുന്നത് റോമൻ പാപ്പായ്ക്കാണ്, സമന്മാരിൽ മുമ്പൻ എന്നുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നത്. അത് പക്ഷേ ഓർത്തഡോക്സ് സഭകളിലേക്ക് വരുമ്പോൾ അതിനും ഓരോ ഇതുണ്ട്, ഓരോ പ്രോട്ടോക്കോളുണ്ട്. പ്രോട്ടോക്കോൾ വെച്ച് നോക്കുമ്പോൾ റോമൻ പാപ്പായ്ക്ക് ചില മുൻതൂക്കങ്ങൾ പല കാര്യങ്ങളിലും കൊടുത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് കുറഞ്ഞു പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് റോമൻ പാപ്പ അന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ആദ്യമായിട്ട് വലിയൊരു ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് 1970കളിൽ വീണ്ടും ഓർത്തഡോക്സ് സഭകൾ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ അംഗങ്ങളും തമ്മിൽ 1970കളിൽ ഒരു സംവാദത്തിൽ, നമ്മൾ പറഞ്ഞ ഡയലോഗിൽ ഏർപ്പെടുകയും ആ ഡയലോഗിൽ വെച്ച് ഒരു പ്രധാനമായിട്ടുള്ള ഒരു നിർവചനം കൊണ്ടുവരികയും ചെയ്തു. അവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: ദൈവത്വത്തിൽ പൂർണ്ണനും മനുഷ്യത്വത്തിൽ പൂർണ്ണനുമായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ദൈവപുത്രന്റെ മനുഷ്യാവതാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൻ്റെ ദൈവത്വം മനുഷ്യത്വത്തോട് ഒരു നിമിഷമോ കണ്ണുമയ്ക്കുന്ന നേരമോ പോലുമോ വേർപിരിഞ്ഞിരുന്നില്ല. സങ്കലനം കൂടാതെയും
വ്യതിയാനം കൂടാതെയും ഭാഗിക്കപ്പെടാതെയും വിഭിന്നത കൂടാതെയും യേശു ക്രിസ്തുവിൽ ദൈവത്വം മനുഷ്യത്വത്തോട് ഒന്നായിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. യേശു ക്രിസ്തുവിൽ ദൈവത്വം മനുഷ്യത്വത്തോട് ഒന്നായിരിക്കുന്നു. ഒരു ഇന്റേണൽ യൂണിറ്റി ഉണ്ട്. മറ്റേ ഒരു എക്സ്റ്റേണൽ യൂണിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തത്. നമ്മളൊരു ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. ഞങ്ങൾക്ക് പൊതുവായി ഏക കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവന്റെ രഹസ്യം തീരാത്തതും പറഞ്ഞറിയിക്കുവാൻ വഹിയാത്തതും മനുഷ്യ മനസ്സിന് ഒരിക്കലും പൂർണ്ണമായി ഗ്രഹിക്കുവാനോ പറയുവാനോ വഹിയാത്തതുമാണെന്ന് പരിഗണിക്കുന്നു. അപ്പോൾ ഇത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് 1970 മുതൽ നടന്ന ചർച്ചകളുടെ ഫലമായിട്ട് ഓറിയന്റ് സഭകളും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ഡയലോഗിൽ വെച്ച് നടന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോൾ ഇത് ആദ്യം ഓറിയന്റൽ സഭകളും കത്തോലിക്ക സഭയും ഇത് അംഗീകരിച്ച് ഇതിനെ പ്രസന്റ് ചെയ്തു. പിന്നീട് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിച്ച് അവരും ഇത് സ്വീകരിച്ചു. ഔദ്യോഗികമായിട്ട് ഈ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞു. ദൈവശാസ്ത്രജ്ഞന്മാർ ഇത് സ്വീകരിച്ചു. പിന്നീട് സഭകൾ തമ്മിൽ ഓറിയന്റൽ സഭകളും കൽക്കദോന്യ സഭകളും തമ്മിൽ ഒരു സംവാദം, ഒരു ഡിബേറ്റ് നടക്കുവാൻ തക്കവണ്ണം പിന്നീട് ഈ ഒരു കാര്യം കൊണ്ട് മുഖാന്തരമായി എന്നുള്ളതാണ് ഈ രണ്ടാം പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി മൂന്നാം പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ കൽക്കദോന്യ വിഭാഗങ്ങൾ, അതായത് ബൈസന്റിൻ ഓർത്തഡോക്സ് ചർച്ചസ്, നിഖ്യ, കുസുന്തിനോസ്, എഫേസോസ് സിനോദോസ് കൂടാതെ കുറച്ച് സിനോദോസുകൾ കൂടി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിൽ ആകെ 3 സിനോദോസുകളാണ് സാർവത്രിക സിനോദോസുകളായിട്ട് അംഗീകരിക്കുന്നത്: നിഖ്യ, കുസുന്തിനോസ്, എഫേസോസ് സിനോദോസ്. എന്നാൽ ബൈസന്റൈൻ ചർച്ചസിൽ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളിലൊക്കെ അതുകൂടാതെ അവർ കൽക്കദോന്യ 451 കൂടിയ കൽക്കദോന്യ സിനോദോസിനെ അംഗീകരിക്കുന്നു, കുസ്തുന്തിനോപ്പൊലിസിലെ 2-ാം സിനോദോസിനെ അംഗീകരിക്കുന്നു, കുസ്തുന്തിനോപ്പൊലിസിലെ 3-ാം സിനോദോസിനെ അംഗീകരിക്കുന്നു, നിഖ്യായിലെ 2-ാം സിനോദോസിനെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ സിനോദോസുകളെല്ലാം റോമൻ കത്തോലിക്ക സഭയും ഗ്രീക്ക് സഭകളും അംഗീകരിക്കുന്നു. ഇതിനു പുറമെ റോമൻ കത്തോലിക്ക സഭ 14 സിനോദോസുകൾ കൂടി അംഗീകരിക്കുന്നു. അങ്ങനെ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ആകെ 21 സിനോദോസുകളെ അവർ അംഗീകരിക്കുന്നു. ബൈസന്റൈൻ സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ 7 സിനോദോസുകളെ മൊത്തത്തിൽ അംഗീകരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ടുള്ള കൽക്കദോന് ശേഷമുള്ള ഒരു സിനോദോസാണ് കുസ്തുന്തിനോപ്പൊലിസിലെ 2-ാം സിനോദോസ്. ഇത് കൂടിയത് 551 ഇത് വിളിച്ചു കൂട്ടിയത് ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ്. അപ്പോൾ തേഡോർ ഓഫ് മൊപ്സുവസ്റ്റ്യ എന്ന് പറയുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സൈറസിലെ തേഡോററ്റ്, എഡേസായിലെ ഇബാസ് എന്നിവർ എഴുതിയ 3 അധ്യായങ്ങൾ അലക്സാന്ദ്രിയയിലെ കൂർലോസിന് എഴുതിയവയായിരുന്നു. സിറിൽ ഓഫ് അലക്സാണ്ട്രിയക്കെതിരായിട്ട് എഴുതിയതായിരുന്നു. അപ്പോൾ അലക്സാണ്ട്രിയക്കാരുടെ പ്രേരണയ്ക്ക് വശംവദരായിട്ടാണ് ചക്രവർത്തി ഈ സിനോദോസ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ഈ സിനോദോസ് മേൽപ്പറഞ്ഞ 3 അധ്യായങ്ങൾ എന്ന പ്രമാണരേഖയെ ഇവരുടെ ഈ എഴുത്തിനെ കുറ്റപ്പെടുത്തുകയും അവരെ ശപിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ പാപ്പ ആയിരുന്ന വിജിലൻസ് തേഡോർ ഓഫ് മൊപ്സുവസ്റ്റ്യയെ ശപിക്കുകയില്ല നിർബന്ധം പിടിച്ചു. പക്ഷേ ഒടുവിൽ സിനോദോസിന്റെ തീരുമാനങ്ങൾ അദ്ദേഹം സ്വീകരിക്കേണ്ടി വന്നു. ഈ സിനോദോസിൽ ഒരു കാനോൻ പോലും ഉണ്ടായില്ല. പ്രധാനമായിട്ട് ഒരു ചർച്ച ചെയ്തത് ഇവരുടെ ഈ 3 പേര് ചേർന്ന് എഴുതിയ 3 അധ്യായങ്ങളെ ചർച്ച ചെയ്യുകയും അതിനെ ശപിച്ചു തള്ളുകയും ഇവരെ ശപിച്ചു തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സിനോദോസിൽ സംഭവിച്ചത്. വീണ്ടും കുസ്തുന്തിനോപ്പൊലിസിൽ വെച്ച് 3-ാം സിനോദോസ് 680 മുതൽ 680 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൂടുന്നു. ഇവിടെ കുസ്തുന്തിനോസ് 4-ാമൻ ചക്രവർത്തിയാണ് ഇത് വിളിച്ചു കൂട്ടിയത്. മോണോതെലറ്റിസം എന്ന പഠിപ്പിക്കലിനെതിരായിട്ടാണ് ഇത് കൂടിയത്. അപ്പോൾ ഈ മോണോതെലറ്റിസം എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന് ഒരേ ഇച്ഛാശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് മോണോതെലറ്റിസം. അതായത് വൺ വിൽ എന്നുള്ളതാണ് ഇച്ഛാശക്തി എന്നുള്ളത്. മനുഷ്യ ഇച്ഛയും ദൈവേച്ഛയും എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഒരേ ഇച്ഛാശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കലാണ് മോണോതെലറ്റിസം എന്ന് പറയുന്നത്. ഇതിനെതിരെയാണ് ഈ സിനോദോസ് കൂടിയത്. ഈ തീരുമാനം അനുസരിച്ച് 2 ഇച്ഛാശക്തികൾ ദൈവത്വത്തിന്റെയും മനുഷ്യന്റെയും തമ്മിൽ സ്വഭാവത്തിലുള്ള യോജിപ്പില്ലായിരുന്നു. അവ തമ്മിൽ സന്മാർഗിക യോജിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തീരുമാനം മനുഷ്യാവതാരത്തിലെ ഏക ആളത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ മനസ്സിന് മനുഷ്യ മനസ്സ് പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാൽ ഒരു മനുഷ്യ മനസ്സെന്നോ 2 മനസ്സെന്നോ പറയാതെ ദൈവപൂർണതയും മനുഷ്യപൂർണതയും ഉള്ള യേശു ക്രിസ്തുവിന്റെ ദൈവ മനസ്സെന്ന് പറയേണ്ടതായിരുന്നു. അതിനാൽ സിനോദോസ് തീരുമാനം അർദ്ധസത്യം ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ സിനോദോസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് 2 സ്വഭാവങ്ങൾ എന്നുള്ള വാദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ അവന്റെ മനുഷ്യ ഇച്ഛയ്ക്കും ദൈവ ഇച്ഛയ്ക്കും എന്നുള്ള ഒരു രീതിയിൽ ഇവരതിനെ കണ്ടു. പക്ഷേ ഓറിയന്റൽ സഭകൾ ഈ സിനോദോസിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് ഇത് അതിന് ബാധകവുമല്ല. എന്നാൽ ഈ സിനോദോസിൽ പ്രധാനമായിട്ടും അവർ ദൈവപൂർണതയും മനുഷ്യപൂർണതയും ഉള്ള യേശു ക്രിസ്തുവിന്റെ ദൈവ മനസ്സെന്ന്
ദൈവ മനസ്സെന്ന് പറയേണ്ടതിന് പകരം അവർ രണ്ട് ഇച്ഛാശക്തികൾ എന്നുള്ള വ്യാഖ്യാനിച്ചതുകൊണ്ട് ഓറിയന്റൽ സഭകൾ അതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സിനോദോസിന്റെ തീരുമാനം നമ്മൾ ഒരു അർദ്ധസത്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വീണ്ടും അവർ കൂടിയ ഒരു സിനോദോസാണ് നിക്കായിലെ രണ്ടാം സിനോദോസ് 787 കൂടിയത്. ഇവിടെയാണ് ഐക്കണോക്ലാസ്റ്റിക് കോൺട്രവേഴ്സി എന്ന് പറയുന്ന, അതായത് ഐക്കൺസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു. പക്ഷേ നിക്കായിലെ സോഫിയ പള്ളിയിൽ വെച്ച് ചിത്രങ്ങളും ഐക്കോണുകളും ആരാധനയ്ക്കായി ഉണ്ടാക്കുന്ന പ്രതിമകളും ഉപയോഗിക്കുന്നതിന് അനുകൂലമായിട്ടൊരു തീരുമാനം ഈ സിനോദോസ് എടുക്കുന്നു. അപ്പോൾ പരമമായ ആരാധന ദൈവത്തിന് മാത്രമാണ്, എന്നാൽ ഭാഗികമായ ബഹുമാനം പരിശുദ്ധന്മാർക്ക് ഐക്കൺ വഴി നൽകാമെന്നും അതും അന്തിമമായി ദൈവത്വത്തിനുള്ള ബഹുമാനമാണെന്നും തീരുമാനിച്ചു. ഐക്കൺ വെക്കേണ്ടെന്ന് പറയുന്നവരെ ശപിക്കുകയും സംബന്ധിച്ച എല്ലാ ബിഷപ്പുമാരും സിനോദോസിന്റെ ഡിക്രിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ഐക്കണുകൾ ഉപയോഗിക്കുന്നത് സഭയിൽ എന്തുകൊണ്ട് പ്രാധാന്യം ഉള്ളതായി തീരുന്നു എന്നുള്ളതാണ് നിക്കായിലെ ഈ രണ്ടാം സിനോദോസ് തീരുമാനിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും 451 സിനോദോസ്, കുസ്തുന്തിനോപ്പോലിസിലെ രണ്ടാം സിനോദോസ്, കുസ്തുന്തിനോപ്പോലിസിലെ മൂന്നാം സിനോദോസ്, നിക്കായിലെ രണ്ടാം സിനോദോസ് എന്ന് പറയുന്ന മൊത്തത്തിൽ 7 സിനോദോസുകളെ ബൈസന്റിയൻ സഭകൾ അംഗീകരിക്കുന്നു. അപ്പോൾ അതിന് അവിടെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഓറിയന്റൽ സഭകളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഭാഗം 3 സിനോദോസുകളെ അംഗീകരിക്കുന്നു. ബൈസന്റിയൻ വിഭാഗങ്ങൾ 7 സിനോദോസുകളെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ പുനരൈക്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ 3 അംഗീകരിക്കുന്നുള്ളൂ, നിങ്ങളും ബാക്കി 4 തള്ളി പറയാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേരാം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഇനിയുള്ള ഒരു കാലത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യം വളരെ കുറവായിട്ടേ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പോൾ പുനരൈക്യത്തിനുള്ള പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അംഗീകരിക്കുന്ന സിനോദോസുകളുടെ എണ്ണത്തിന് മാറ്റം വരുത്തേണ്ട, അതായത് നമുക്ക് എങ്ങനെ പുനരൈക്യം നടത്താമെന്നുള്ള, അതായത് സഭകൾ തമ്മിൽ ഒരു ഐക്യം നടത്താമെന്നുള്ളതിന് ഒന്നാമത്തെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഓറിയന്റൽ സഭകൾക്ക് 3 സിനോദോസുകളെ ഉള്ളൂ എങ്കിൽ അവർക്ക് 3 ഉള്ളൂ. ഗ്രീക്ക് സഭകൾക്ക് 7, റോമൻ കത്തോലിക്ക സഭയ്ക്ക് 21. ഇനി സാർവത്രിക സിനോദോസ്, ഇനി ഒരു സിനോദോസ് സഭകളെല്ലാം കൂടി ചേർന്ന് കൂടുകയാണെങ്കിൽ ഓറിയന്റൽ സഭകൾക്ക് അത് 4ാമത്തെ സിനോദോസ്, ഗ്രീക്ക് സഭകൾക്ക് അത് 8ാമത്തെ സിനോദോസ്, കത്തോലിക്ക സഭയ്ക്ക് 22ാമത്തെ സിനോദോസ് എന്ന് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ മറ്റേതിനെ തള്ളിപ്പറയാതെ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പുനരൈക്യ സാധ്യത ഉണ്ടാവുകയില്ല. മറ്റൊരു കാര്യമാണ് പരസ്പരം ശപിക്കുന്നത് ഒഴിവാക്കുക. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. 450 കൂടിയ കൽക്കദോന്യ സിനോദോസ് ദിയസ്കോറോസ് അലക്സാണ്ട്രിയയെ ശപിച്ചു തള്ളുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂറ്റിക്കസിനെ ശപിക്കുന്നു. പിന്നീട് വരുന്ന ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നമ്മളെയും ശപിക്കും. ഓർത്തഡോക്സ് സഭകൾ, ഓറിയന്റൽ സഭകൾ എവിടെയെങ്കിലും ഒരു ചെറിയ സിനോദോസ് കൂടുകയാണ്, തിരിച്ച് അങ്ങോട്ടും ശാപവാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും. പക്ഷേ ഇത് നമ്മൾ ലിയോയെ, അന്നത്തെ പാപ്പയായിരുന്ന ലിയോയെ ശപിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശാപവാക്കുകൾ ഒഴിവാക്കി പരസ്പരം അവരെ അംഗീകരിക്കുന്നതിന് നിർബന്ധിക്കാതിരിക്കുക. അതായത് ലിയോ പാപ്പായെ ഒരിക്കലും അംഗീകരിക്കുവാൻ തക്കവണ്ണം, തെറ്റിയ ലിയോ അംഗീകരിക്കാൻ തക്കവണ്ണം ഓറിയന്റൽ സഭകൾക്ക് പറ്റുകയില്ല. അതുപോലെ തന്നെ ദിയസ്കോറോസിനെ അംഗീകരിക്കാൻ തക്കവണ്ണം അവർക്കും സാധിക്കുകയില്ല. അപ്പോൾ പരസ്പരം അതിന് നിർബന്ധിക്കാതിരിക്കുക. വിശ്വാസം, പട്ടത്തം, കൂദാശകൾ ഇവയിൽ ഐക്യത ഉണ്ടാവണം. യോജിപ്പിന്റെ ചിഹ്നം റോമൻ പാപ്പയാണെന്നുള്ള വാദം പരിത്യജിക്കുക. അതാണ് മുമ്പ് സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാത്തിനും അൾട്ടിമേറ്റ് അതോറിറ്റി റോമൻ പാപ്പയാണ് എന്നുള്ളൊരു ചിന്ത ഒരു ഓർത്തഡോക്സ് സഭകൾക്കും ഇല്ല, മറ്റ് സഭകൾക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു വാദം റോമൻ കത്തോലിക്ക സഭ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തക്കവണ്ണം കഴിയില്ല. അപ്പോൾ അതിന് ആരെയും നിർബന്ധിക്കാതിരിക്കുക. പ്രാദേശിക സഭകൾക്കുള്ള സ്വാതന്ത്ര്യം, സ്വയം ശീർഷകത്വവും സമ്മതിക്കുക. മാർപ്പാപ്പായ്ക്ക് മറ്റ് സഭാതലവന്മാരുടെ ഇടയിൽ സമന്മാരിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനം ഉണ്ടായിരിക്കുക. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. 12 ശ്ലീഹന്മാരിൽ പത്രോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്ന 1ാം സ്ഥാനം പോലെ, പത്രോസ് ശ്ലീഹായ്ക്ക് ശ്ലീഹന്മാരിൽ പ്രമുഖനല്ല, ശ്ലീഹന്മാരിൽ ഒന്നാമൻ എന്നുള്ള ഒരു തല, അതായത് 1ാമത്തെ സ്ഥാനം പത്രോസിന് എന്നുള്ള ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്ലീഹന്മാരിൽ പ്രമുഖ സ്ഥാനം എന്നും ഒരു പ്രൈമസി ഓഫ് പീറ്റർ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മറ്റവരെക്കാൾ കൂടിയ ഒരാളാണ് പീറ്റർ എന്നുള്ള കാര്യം സഭകൾ അംഗീകരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കൊളീജിയാലിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ?
നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് ഓർത്തഡോക്സി എന്നാൽ എന്ത്, എന്താണ് ഓർത്തഡോക്സ് സഭകൾ, പ്രധാനമായിട്ടും എത്ര വിഭാഗങ്ങളുണ്ട്, കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഓർത്തഡോക്സ് സഭകളും മറ്റ് ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്, പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്ത്, എന്താണ് കൽക്കദോന്യ സുന്നോദോസ്, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നീട് കൂടിയ ബൈസന്റിയൻ സഭകൾ കൂടിയ സുന്നോദോസുകളെ പറ്റിയൊക്കെയും നാം സംസാരിച്ചു. ഇനി പുനരൈക്യത്തിനുള്ള സാധ്യതകൾ എങ്ങനെ, അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യമാണ് 3 യൂണിറ്റുകളിലായിട്ട് നമ്മൾ കണ്ടത്. 4ാമത്തെ യൂണിറ്റിൽ കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള പിളർപ്പ് നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള പിളർപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സംഭവിച്ചത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1054 അവിടെയാണ് ഫിലിയോക്കെ കോൺട്രവേഴ്സി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം, അതൊരു ശിസമാണ്, ഗ്രേറ്റ് ശിസം എന്നാണ് പറയുന്നത്, ശീഷ്മ എന്ന് പറയും. അപ്പോൾ അത് 1054 ഒരു പ്രധാന സംഭവം നടക്കുന്നു. ലിയോ 9 പാപ്പായുടെ പ്രതിനിധി സംഘം കാർഡിനാൽ ഹുംബർട്ടിന്റെ നേതൃത്വത്തിൽ കുസ്തുന്തിനോപ്പോലിസിലേക്ക് പോയി. അവിടുത്തെ ശക്തനായ മൈക്കിൾ സെറൂലിയസ് പാത്രിക്കീസിനെ പാപ്പായുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിനാണ് പോയത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, എപ്പോഴും പാപ്പായ്ക്ക് അധികാരം കയ്യിൽ വേണം. അപ്പോൾ കുസ്തുന്തിനോപ്പോലിസിലെ പാത്രിക്കീസിന് കൂടുതൽ അധികാരമുണ്ട് എന്ന് കാണുമ്പോൾ അത് പാപ്പായ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനെതിരെയാണ് പാപ്പ പ്രതിനിധി സംഘത്തെ അയക്കുന്നത്. ആ പരിശ്രമം വിജയിച്ചില്ല. ആ സമയത്ത് പാപ്പ കാലം ചെയ്തിരിക്കുകയായിരുന്നു. അതിനാൽ ഹുംബർട്ട് പാത്രിക്കീസിനെ മുടക്കുന്നതായ ഒരു കൽപ്പന എഴുതി സോഫിയ കത്തീഡ്രലിൽ ത്രോണോസിൽ വെച്ചിട്ട് പ്രാണരക്ഷാർത്ഥം റോമിലേക്ക് മടങ്ങിപ്പോയി. പാത്രിക്കീസ് ആകട്ടെ ഉടൻ സുനോദോസ് വിളിച്ചുകൂട്ടി ഹുംബർട്ടിനെയും പാപ്പായുടെ പ്രതിനിധികളെയും മുടക്കി. അപ്പോൾ ഇതാണ് അന്നത്തെ സംഭവങ്ങൾ, പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ. ഈ പാത്രിക്കീസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കീസാണ്. പിളർപ്പിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, പാപ്പായുടെ പരമാധികാരത്തിൽ അതീവ തൽപരനായിരുന്ന ഹുംബർട്ട് പാത്രിക്കീസിനെ മുടക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, റോമിൽ നിന്നിരുന്ന ആളുകൾ ഒരു പാപ്പ പ്രതിനിധി സംഘത്തെ അയക്കുന്നു. ആ സമയത്ത് പാപ്പ കാലം ചെയ്യുന്നു. പക്ഷേ അന്നത്തെ കാർഡിനൽ ഹുംബർട്ട് അവിടെ ചെന്നും വെച്ച് സോഫിയ കത്തീഡ്രലിലെ ത്രോണോസിൽ പാത്രിക്കീസിനെ മുടക്കി എന്ന് പറയുന്ന ഒരു കൽപ്പന എഴുതി വെച്ചിട്ട് അങ്ങ് പോവുക. അപ്പോൾ പാപ്പായ്ക്കുള്ള പരമാധികാരത്തിൽ അതീവ തൽപരനായിരുന്ന ഹുംബർട്ട് എന്ന് പറയുന്ന കാർഡിനല് പാത്രിക്കീസിനെ മുടക്കിയത് അന്നത്തെ പ്രധാന പിളർപ്പിനുള്ള കാരണങ്ങൾ. പിളർപ്പുണ്ടാകുന്നത് ബെസന്റിയൻ ചർച്ചസും ഗ്രീക്ക് സഭയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലാണ്. തലസ്ഥാനം റോമയിൽ നിന്നും കുസ്തുന്തിനോപ്പോലിസിലേക്ക് മാറ്റിയതിനാൽ കുസ്തുന്തിനോപ്പോലിസിലെ പാത്രിക്കീസിന് റോമയിലെ പാപ്പായ്ക്കല്ല സമന്മാരിൽ ഒന്നാമൻ എന്ന സ്ഥാനം വേണ്ടെന്ന് വിശ്വസിച്ച ആളായിരുന്നു സെറൂലിയസ് പാത്രിക്കീസ്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ചരിത്രപരമായിട്ടുള്ള ഇതുപോലെ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ടാകുന്നുണ്ട്. ആർക്കാണ് സമന്മാരിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനം വരുന്നത്? അപ്പോൾ ഈ എക്യുമെനിക്കൽ പാട്രിയാർക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടിയിരിക്കുമ്പോൾ എക്യുമെനിക്കൽ പാട്രിയാർക്കിന്, ഓർത്തഡോക്സ് സഭകളിലെ ആളുകളെല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ എക്യുമെനിക്കൽ പാട്രിയാർക്കിന് എപ്പോഴും ഒരു മുൻ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും എക്യുമെനിക്കൽ പാട്രിയാർക്കിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത്. ഇപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് സഭകൾ എക്യുമെനിക്കൽ പാട്രിയാർക്കിന്റെ സ്ഥാനം വേണം എന്നുള്ള ഒരു വാദം ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും അവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ സമന്മാരിൽ ഒന്നാമൻ എന്നുള്ള സ്ഥാനം ആരെന്നുള്ള തർക്കം ഈ കുസ്തുന്തിനോപ്പോലിസിലെ പാത്രിക്കീസ് ആയിരുന്ന സെറൂലിയസിനും അന്നത്തെ റോമൻ പാപ്പായ്ക്കും ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുസ്തുന്തിനോപ്പോലിസിലെ പാത്രിക്കീസ് ആയിരുന്ന സെറൂലിയസിന് ശക്തിമാനും ജനപ്രീതിയുമുള്ളവനായിരുന്നാൽ അദ്ദേഹം പാപ്പായുടെ പ്രതിനിധി സംഘത്തെയും ഹുംബർട്ടിനെയും മുടക്കിയപ്പോൾ കിഴക്കൻ സഭയുടെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം അന്നത്തെ സ്വീകാര്യനായിരുന്ന വ്യക്തിയായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ വാദഗതിയെ, അന്നത്തെ പാത്രിക്കീസിന്റെ വാദഗതിയെ ജനങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹം മുടക്കിയ പാപ്പായുടെ പ്രതിനിധി സംഘത്തെ ജനങ്ങളും മുടക്കുകയും ജനങ്ങളും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നു. ലിയോ 9 ബൈസന്റിയൻ സഭയെ ലത്തീൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു. ഇതിനും വക നൽകി. ലിയോ 9 മാർപ്പാപ്പ ബൈസന്റിയൻ സഭയെ ലത്തീൻ വൽക്കരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ഇത് തന്നെയാണ് കത്തോലിക്ക സഭയുടെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്. എവിടെ പോയാലും ആ സഭയെ ലത്തീൻ വൽക്കരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. അപ്പോൾ കുസ്തുന്തിനോപ്പോലിസിലെ സഭയെ ലത്തീൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ശ്രമിച്ചതും എതിർപ്പിന് വകയുണ്ടാക്കി. പരമാധികാര തലവനിൽ സഭയുടെ ഐക്യം കാണുന്ന പാശ്ചാത്യ സഭയും, അതായത് പാപ്പായിൽ സഭയുടെ ഐക്യം കാണുന്ന പാശ്ചാത്യ സഭയും അപ്പോസ്തലന്മാരുടെ കൂട്ടുത്തരവാദിത്തം, കൊളീജിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന കിഴക്കൻ സഭയും തമ്മിൽ ഒരു പിരിച്ചിലുണ്ടാവാതെ നിവൃത്തിയില്ല. അപ്പോൾ എപ്പോഴും റോമൻ പാപ്പ തൻ്റെ അധികാരം നിവർത്തിച്ച് കാണുവാനും അതിൻ്റെ വ്യാപ്തി മറ്റുള്ളവരിലേക്കും പകർത്തുവാൻ തക്കവണ്ണം എപ്പോഴും വിൽപ്പത്തിയുള്ളവനായിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതിനെ ഒരിക്കലും മറ്റ് ഓർത്തഡോക്സ് സഭകൾ അംഗീകരിച്ചില്ല. അവർ ഒരിക്കലും
അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് അപ്പോസ്തലന്മാരുടെ കൂട്ടുത്തരവാദിത്തത്തിലാണ് എന്നുള്ള കാര്യം പ്രധാനമായിട്ടും നാം ഓർക്കണം. അഞ്ചാമത്തെ കാര്യം, രഹസ്യാത്മകമായ മിസ്റ്റിക്കൽ കിഴക്കൻ സഭകളുടെ വിശ്വാസവും സംസ്കാരവും നിയമാധിഷ്ഠിതമായ പാശ്ചാത്യ സഭയുടെ സ്വഭാവവും ഒരുമിച്ച് കൊണ്ടുപോവുക ക്ലേശകരമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രാർത്ഥനകളും നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനകളും കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളും അവരുടെ പ്രമാണ രേഖകളും ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ സഭ എപ്പോഴും ഒരു പൊയറ്റിക്കലി രഹസ്യാത്മകമായ വിശ്വാസ സത്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടാണ് പലപ്പോഴും നമ്മുടെ രചനകളെല്ലാം. പക്ഷേ കത്തോലിക്ക സഭയുടെ വായനകളും രചനകളും അവരുടെ നിർവചനങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലീഗലിസ്റ്റിക്കാണ്. കാരണം അവർ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന റോമൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു നിർവചനം പറഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരുടെ കാനൻ ലോ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം വലിയ ബൾക്ക് വോളിയമാണ് റോമൻ കത്തോലിക്ക സഭയുടെ കാനൻ ലോ. അപ്പോൾ ഒരു കാര്യം ഒരു സംഭവം നടക്കണമെങ്കിൽ അതിനെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള പ്രധാനമായിട്ടുള്ള നിർവചനം ലീഗലിസ്റ്റിക്കലി ഉള്ള നിർവചനമാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂദാശകൾ 7 എന്നുള്ള വിധത്തിലുള്ള പഠിപ്പിക്കലുകളൊക്കെ കത്തോലിക്ക സഭയിൽ ഉണ്ടാകും. പക്ഷേ ഓർത്തഡോക്സ് സഭകൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അതിനുള്ള രഹസ്യാത്മകത എല്ലാം കൂദാശയാണ്, ദൈവത്തിൻ്റെ രഹസ്യാത്മകമായ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നതെല്ലാം കൂദാശകളാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പഠിപ്പിക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഇത് തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ടും അന്നത്തെ ഒരു പ്രശ്നത്തിന് കാരണമുണ്ടായി. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫിലിയോക്കെ ക്ലോസ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ളത് വിശ്വാസ പ്രമാണത്തോട് അന്നത്തെ ലിയോ 9 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നത്തിന് കാരണം. ഏഴാമതായി പറയുന്നു, തുർക്കികൾ കുസ്തുന്തിനോപ്പോലിസിനെ ആക്രമിച്ചപ്പോൾ ചക്രവർത്തിയോ പാപ്പായോ ഒന്നും പ്രവർത്തിച്ചില്ല. അന്നത്തെ ചക്രവർത്തിയും പാപ്പായും ഒന്നും നിഷ്ക്രിയരായിട്ട് അവർ നിന്നിരുന്നു. കുസ്തുന്തിനോപ്പോലിസിനെ ആക്രമിച്ചു. ഹഗിയ സോഫിയ കത്തീഡ്രൽ അവർ കീഴടക്കിയപ്പോൾ അന്നത്തെ ആളുകൾ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നുള്ളത് പ്രധാനമായിട്ടുള്ള പ്രശ്നത്തിന് കാരണമായി. പുനരൈക്യ സാധ്യത, മാനുഷ്യ രീതിയിൽ ചിന്തിച്ചാൽ പുനരൈക്യത്തിന് സാധ്യത വളരെ കുറവാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ അതിനുള്ള ചില ആരംഭങ്ങൾ ഉണ്ടായി. അതാണ് മുമ്പ് സൂചിപ്പിച്ചത്. 1963 ജനുവരി മാസം പൗലോസ് 6 മാർപ്പാപ്പായും എക്യുമെനിക്കൽ പാത്രികീസായിരുന്ന അഥനഗോറസും തമ്മിൽ എറുസലേമിൽ വെച്ച് പരസ്പരം ആശ്ലേഷിച്ച ഒരു നല്ല കാൽവെപ്പായിരുന്നു. 1962-65 കാലത്ത് നടന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിൽ നിരീക്ഷകരായി ഓർത്തഡോക്സ് സഭകൾ സംബന്ധിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ കാൽവെപ്പാണ്. അപ്പോൾ അന്നത്തെ 2-ാം വത്തിക്കാൻ കൗൺസിലിൽ നമ്മൾ നിരീക്ഷകരായിട്ട് നമ്മൾ ആ കൗൺസിലിൽ സംബന്ധിച്ചു. അതിനുശേഷമാണ് 1970-ൽ കത്തോലിക്ക സഭയും ഓറിയന്റൽ സഭകളും തമ്മിൽ സംവാദങ്ങൾ നടന്ന് ഒരു എഗ്രിമെന്റിലേക്ക് നമ്മൾ പല കാര്യങ്ങളിലും എത്തിച്ചേരുന്നു. 1964-ൽ റോഡ്സിൽ വെച്ച് നടന്ന ഓർത്തഡോക്സ് കൺസൾട്ടേഷന്റെ തീരുമാനം റോമൻ കത്തോലിക്ക സഭയുമായി ദൈവശാസ്ത്രപരമായ എക്യുമെനിക്കൽ സംഭാഷണം 2-ാം വത്തിക്കാനെ തുടർന്ന് നടത്തണമെന്നായിരുന്നു. 2-ാം വത്തിക്കാൻ 1954 പിളർപ്പിനെക്കുറിച്ചുള്ള ദുഃഖം രേഖപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവർ ദുഃഖം രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അന്നത്തെ സംഭവം ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളത് കത്തോലിക്ക സഭ അംഗീകരിക്കുകയാണ്. അപ്പോൾ അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ കാൽവെപ്പാണ് അത് വയ്ക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈ സഭകളെല്ലാം കൂടി ഒന്നിച്ച് പണ്ടത്തേതുപോലെ ഒരേ സഭകൾ എന്നുള്ള രീതിയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. പക്ഷേ പല വിധത്തിലുള്ള പുനരൈക്യം ഈ സംവാദങ്ങളിൽ കൂടി പരസ്പരമുള്ള ഡയലോഗിൽ കൂടിയൊക്കെ സാധ്യമാണ് എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. ഒരിക്കൽ ശീശ്മയുണ്ടായാൽ 2 പാർട്ടിയും ശീശ്മയിലാണെന്ന തത്വം അഖിലലോക സഭാ കൗൺസിലിന്റെ 1961 ഡൽഹി അസംബ്ലിയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനായ പ്രൊഫസർ നിസിയോട്ടിസ് ഉന്നയിക്കുകയുണ്ടായി. തന്മൂലം ഗ്രീക്ക് സഭ പാശ്ചാത്യ സഭയിൽ ലയിക്കണമെന്നോ പാശ്ചാത്യ സഭ ഗ്രീക്ക് സഭയിൽ ലയിക്കണമെന്നോ വാദിക്കുന്നത് ബാലിശമാണെന്ന് മാത്രമല്ല, ഈ വാദം 2-ാം വത്തിക്കാന്റെ നേട്ടങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കണം എന്നുള്ള ഒരു വാദഗതി ബാലിശമാണ്. എന്നാൽ പരസ്പരം പല കാര്യങ്ങളും അംഗീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം സാധിക്കും. പൂർണ്ണത ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലാണ്. ആ പൂർണ്ണത പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ ശരിയായ വിശ്വാസവും പട്ടത്വവും കൂദാശകളുമുള്ള എല്ലാ സഭകളുടെയും വിശുദ്ധ കുർബാനയിലുണ്ട്. അത് ഭിന്നിച്ചിരിക്കുന്ന സഭയിൽ ദൃശ്യമല്ല. അതിനാൽ യോജിപ്പിനായുള്ള പ്രേരണയിൽ തുടരണം. അപ്പോൾ എപ്പോഴും ഇപ്പോൾ WCCയുടെ ഒക്കെ ചർച്ചകളിലാണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എപ്പോഴും പുനരൈക്യത്തിനുള്ള ഒരു കാര്യം കാണുന്നത് കുർബാന സംസർഗമാണ്. അവർ പറയുന്ന ആദ്യം കുർബാന സംസർഗം, അത് കഴിഞ്ഞിട്ട് ഐക്യം എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പറയുന്നത്. പക്ഷേ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. എല്ലാത്തിനും എല്ലാ ഭിന്നതകളും
പൂർണ്ണമായിട്ട് മായിച്ചിട്ട് പരസ്പരം അംഗീകരിച്ചതിന് ശേഷം കുർബാന സംസർഗം എന്നുള്ള രീതിയാണ് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുനരൈക്യത്തിനുള്ള സാധ്യത ഇനിയും വർഷങ്ങൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾക്കും പരസ്പരം മനസ്സിലാക്കലിന് ശേഷമേ ഒരു പുനരൈക്യ സാധ്യതകൾ ഉണ്ടാകും. പാപ്പായുടെ മേധാവിത്വ മനസ്ഥിതി മാറ്റണം. പാപ്പായുടെ ആഗോള അധികാരം, അപ്രമാദിത്വ പരമാധികാരം ഇവ വേദപുസ്തക അധിഷ്ഠിതമല്ലെന്നും ആദിമസഭയിൽ ഇല്ലായിരുന്നുവെന്നും വസ്തുനിഷ്ഠമായ പഠനം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നതാണ്. അവ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്, കഴിഞ്ഞ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് തെറ്റുകൾ കത്തോലിക്ക സഭയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിച്ചപ്പോൾ തെറ്റിക്കൂടായ്മ എന്ന് പറയുന്ന കാര്യം വളരെ ബാലിശമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയും വേദപുസ്തക അധിഷ്ഠിതമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക സഭ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തമ്മിലുള്ള യോജിപ്പിനുള്ള സാധ്യതകൾ, പരസ്പരമുള്ള ഐക്യത്തിനുള്ള സാധ്യതകൾ കുറവാണ്. ഓർത്തഡോക്സ് സഭകളും റോമൻ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിൽ ബൈലാറ്ററലായും മൾട്ടിലാറ്ററലായും സംഭാഷണങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു. അഖില ലോക സഭാ കൗൺസിലിൽ ഇതിനുതകുന്ന നേതൃത്വവും സാഹചര്യവും കൂടുതലായി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സംവാദങ്ങൾ മുമ്പോട്ട് നടന്നുവെങ്കിൽ മാത്രമേ തുടർന്നും എന്തെങ്കിലുമൊക്കെ ചുവടുവെപ്പുകൾ നമുക്ക് നടത്തുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവശാസ്ത്രപരമല്ലാത്ത പലതും റോമൻ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു. അവയിൽ പ്രധാനമായവ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും വർഗീയവുമായ വ്യത്യാസങ്ങളാണ്. ഇവയ്ക്ക് പരിഹാരം കണ്ടെത്തണം. മേൽപ്പറഞ്ഞ വ്യത്യാസങ്ങൾ രണ്ടാം വത്തിക്കാൻ സിനോദോസിന് ശേഷം കുറഞ്ഞു വരുന്നുണ്ട്. തുറന്ന മനസ്സോടെ ദൈവശാസ്ത്രജ്ഞന്മാർ ചർച്ച നടത്തിയാൽ തെറ്റുകൾ തിരുത്തുവാനും പുനരൈക്യം സാധ്യമാകാനും ഇടയുണ്ട്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ പുനരൈക്യത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുവെങ്കിൽ പുനരൈക്യം സാധ്യമാകും. കാരണം ഈ തെറ്റുകളൊക്കെയും അന്നത്തെ കാലത്ത് ഉണ്ടായത് പരസ്പരം പല കാര്യങ്ങളും പൂർണ്ണതോതിൽ അന്നത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെയും ദൈവശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ സഭകൾ മുമ്പോട്ട് തുടർന്ന് കാൽവെപ്പ് നടത്തണമെങ്കിൽ കൂടുതൽ സംവാദങ്ങളും കൂടുതൽ ആശയവിനിമയങ്ങളും ഡയലോഗുകളും ഒക്കെയും നടത്തി പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു രീതി മുമ്പോട്ട് വന്നുവെങ്കിൽ മാത്രമേ ഒരു പുനരൈക്യം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ 4 ചാപ്റ്ററുകൾ ഇന്ന് കണ്ടു, 4 പാഠങ്ങൾ കണ്ടു. 5, 6 ചാപ്റ്ററുകളും പിന്നീട് അടുത്ത യൂണിറ്റ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ പഠിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമോ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ. സോഫിയ കത്തീഡ്രൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ ഭാഗ്യ സോഫിയ എന്നുള്ള ആ കത്തീഡ്രൽ തന്നെയാണ്. അത് ആക്ച്വലി അർമീനിയൻ ചർച്ചിന്റെ വരുന്നവരും അത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിരുന്നു. ഏത് ചർച്ചിന്റെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ. അന്നത്തെ കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്ന സഭ എന്ന് പറയുന്നത് ഗ്രീക്ക് സഭയാണ്. അപ്പൊ അർമീനിയൻ സഭ ഇല്ല. അർമീനിയൻ സഭ അതിനു മുമ്പുണ്ട്, മൂന്നാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. പക്ഷെ അത് അർമീനിയയിലാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ദ സിറ്റി ഓഫ് കോൺസ്റ്റാന്റൈൻ എന്നുള്ളതാണ്. നോപ്പിൾ എന്ന് പറഞ്ഞാൽ സിറ്റി എന്നുള്ളതാണ്. ഇസ്താംബുൾ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇസ്താംബുൾ എന്ന് പറഞ്ഞാൽ ഈസ്റ്റീൻ പോലീസ് എന്നാണ്, ഗ്രീക്ക് വാക്കാണത്. ഈസ്റ്റീൻ പോലീസ്, ടു ദ സിറ്റി. അപ്പോൾ നീ എവിടോട്ട് പോവാന്ന് ചോദിച്ചാൽ ടു ദ സിറ്റി, ഈസ്റ്റീൻ പോലീസ് എന്ന് പറയുന്നതാണ് ആൾക്കാർ മറുപടി കൊടുക്കുന്നത്. ഐ ആം ഗോയിങ് ടു സിറ്റി. അപ്പോൾ ഈസ്റ്റീൻ പോലീസ് എന്ന് പറഞ്ഞ വാക്ക് ലോപിച്ചാണ് ഇസ്താംബുൾ എന്ന് പറയുന്ന വാക്ക് വന്നത്. ടു ദ സിറ്റി, അന്നത്തെ സിറ്റി, ദ സിറ്റി ഓഫ് കോൺസ്റ്റന്റൈൻ ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെ ഉണ്ടായിരുന്ന പള്ളിയാണ് ഹഗിയ സോഫിയ കത്തീഡ്രൽ. ഇത് സാബു നൈനാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ മലങ്കര റീത്തില് സേവോറിയോസിന്റെ മാനിസോ ചൊല്ലാറുണ്ട്. അപ്പം അടുത്തിടയ്ക്ക് ഒരു ഡിസ്കഷനിൽ ഞാൻ കണ്ടത് ഈ സേവോറിയോസിനെ കത്തോലിക്ക സഭ മൾട്ടിപ്പിൾ ടൈം മുടക്കിയ ഒരു പിതാവാണ്. അപ്പം നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പം തെർത്തുല്യനെ, ഓറിഗൺ ഉള്ള സഭാപിതാക്കന്മാരുടെ ചില ടീച്ചിങ്ങിനെ എടുക്കുകയും ചിലതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മളെങ്ങനെയാണ് ഓർത്തഡോക്സ് സഭ കാണുന്നത്? ഇപ്പം നമ്മുടെ പരിമല തിരുമേനിയെ പറ്റി നമ്മുടെ സഭയിൽ അദ്ദേഹം പറഞ്ഞ 90% ശരിയാണ്, 10% തെറ്റാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പരിമല തിരുമേനിയെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അപ്പം ആ ഒരു വിഷയത്തിൽ
എന്താണ് നമ്മുടെ വ്യൂ? അത് മറ്റേ നമ്മൾ ഈ ആദ്യത്തെ യൂണിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഈ തെർത്തുല്യൻ ഒറിഗൺ എന്ന് പറയുന്ന കാലത്തെ ആളുകളുടെ അവരെഴുതിയ സമയത്ത് വേദശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് തെറ്റുകളൊന്നും അന്ന് പ്രധാനമായിട്ടും, അതായത് വേദവിപരീതങ്ങൾ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ വേദവിപരീതങ്ങൾ. ഇവരുടെ പ്രധാന ഉദ്ദേശം ക്രിസ്തീയ സഭയിൽ നിൽക്കുന്ന ആളുകളെ ക്രിസ്തുവിൽ കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അവർ വലിയ ഒറിഗൺ വേദശാസ്ത്രജ്ഞനായിരുന്നു, പക്ഷേ തെർത്തുല്യൻ വലിയ വേദശാസ്ത്രജ്ഞൻ, അത്ര ആഴത്തിലുള്ള അപ്പം ഇവരുടെ എഴുത്തുകളിൽ പ്രധാനമായിട്ടും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിലനിന്നിരുന്നത്. പക്ഷേ അങ്ങനെ എഴുതിയപ്പോൾ അവർ ചില ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിച്ചപ്പോൾ ചില തെറ്റുകളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കാര്യമായിട്ട് ഒരു വലിയ വേദവിരീതമായിട്ട് നമുക്കതിനെ കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല. വേദവിരീതം പറഞ്ഞിട്ടുള്ള ആളുകൾ അറിയോസും നെസ്തോറിയോസും ഒക്കെയാണ്. അതിനെ തള്ളുന്നു. മറ്റവരുടെ തെറ്റായ പഠിപ്പിക്കലിനെ തള്ളിയിട്ട് അതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി അവരെ ഒരു സഭാപിതാക്കന്മാരായിട്ട് നമ്മൾ ഒരിക്കലും ഇതുവരെയും ഓറിയന്റൽ സഭകളൊന്നും ഒറിഗണെ വന്ദിക്കുന്നുണ്ട്, ഒരു നല്ല പിതാവായിട്ട് വന്ദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു തെറ്റ് വന്നതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണതോതിൽ ഒരു സഭാപിതാവായിട്ട് അംഗീകരിക്കുന്നില്ല പൊതുവിൽ. കത്തോലിക്ക സഭയിൽ ഇപ്പോൾ സേവേറിയോസിന്റെ മാനീസായി പറഞ്ഞ പോലെ അവർ തള്ളുമ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത അതാണ്. എവിടെ ഓർത്തഡോക്സ് സഭകളുണ്ടോ അവിടെ ഒരു കത്തോലിക്ക വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം അവർ ഏതറ്റം വരെയും പോകും. അപ്പം 1960 ശേഷം നടന്ന സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ ഒരുപാട് കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്തിട്ടുണ്ട്. ലോക്കലി നിങ്ങൾ എന്ത് അംഗീകരിക്കുന്നു അതിനെ അംഗീകരിക്കുക. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പോപ്പിനെ അംഗീകരിച്ച് പോപ്പിൻ്റെ കീഴിൽ പോവുക. അതേ ഉള്ളൂ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ഐഡിയോളജി. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ലോക്കലി നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അൾട്ടിമേറ്റ്ലി നിങ്ങൾ റോമൻ പപ്പായുടെ കീഴിൽ വരണം. ഇത്രേ ഉള്ളൂ അതിനുള്ള പ്രശ്നം. അപ്പോൾ മലങ്കര റീത്ത് അവരെന്ത് ഇവിടെ ചൊല്ലുന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ടൊന്നും അവിടെ പ്രശ്നമല്ല. ഓക്കെ, താങ്ക് യു അച്ഛാ. ഞാൻ ചോദിക്കാനുള്ള കാരണം, ഈ കത്തോലിക്ക സഭയിലെ വളരെ ഒരു വേദശാസ്ത്ര പണ്ഡിതനുണ്ട്, റെയ്മൺ ബ്രൗൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും കത്തോലിക്ക സഭ അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുവോ ഡിസ്റ്റൻസ്. റെയ്മണ്ട് ഡി ബ്രൗൺ എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ഹിസ്റ്റോറിയനും തിയോളജിയനും ഒക്കെയാണ്. റെയ്മണ്ട് ഡി ബ്രൗണിന്റെ ഒരുപാട് ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ അവർ കൃത്യമായിട്ട് വേദപുസ്തകത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചരിത്രത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട്. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപ്പായുടെ മേധാവിത്വ മനസ്ഥിതി മാറ്റണം. മൂന്നാമത് എഴുതിയിരിക്കുന്നു, പാപ്പായുടെ ആഗോളാധികാരം, അപ്രമാദിത്വം, പരമാധികാരം ഇവ വേദപുസ്തക അധിഷ്ഠിതമല്ലെന്ന് ആദിമസഭയിൽ ഇല്ലായിരുന്നുവെന്നും വസ്തുനിഷ്ഠമായ പഠനം കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. ഇത് അവർക്കും അറിയാം, കത്തോലിക്ക സഭയ്ക്കും അറിയാം ഇത് തെറ്റ്. പക്ഷേ അത് ഇതുവരെയുള്ള തങ്ങളിൽ പറഞ്ഞു വെച്ച കാര്യം റോങ് ആണെന്ന് പറഞ്ഞാൽ അത് കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ ക്ഷീണമായതുകൊണ്ടാണ് അവരത് അംഗീകരിക്കാത്തത്. ഓക്കെ, താങ്ക് യു അച്ഛാ, താങ്ക് യു. വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. താങ്ക്സ് അച്ഛാ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്തെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവ് പുത്ര ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ കുടിപ്പിന്റെ ഭയങ്ങളായി ശ്രമിക്കണമേ. ദൈവമാർത്താവേ, നേരമുഖിലും എല്ലാ സമയത്തും ദൈവത്തിന്റെ ദുരകളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനെ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും ആവാസം നമ്മെല്ലാവരോടും കൂടെയും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. താങ്ക് യു എവരിവൺ. താങ്ക് യു. ബൈ.